പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രകൃതി എത്ര പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഈ പ്രകൃതിയുമായിട്ടുള്ള തെറ്റായ ബന്ധത്തിലൂടെ എങ്ങനെ മനുഷ്യർക്കുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് നയിക്കുന്നത് സുപ്രസിദ്ധ ഓൺകോളജിസ്റ്റ് സർജനായ ഡോക്ടർ തോമസ് വർഗീസ് ആണ്. അദ്ദേഹം പ്രകൃതിയും മനുഷ്യനുണ്ടാകുന്ന ക്യാൻസറും സംബന്ധിച്ച് വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് പ്രകൃതിയിലൂടെ മനുഷ്യന് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ അദ്ദേഹം നമുക്ക് ബോധ്യം നൽകും. ഇന്നത്തെ ഈ ക്ലാസ് നയിപ്പാനായിട്ട് ഡോക്ടർ തോമസ് വർഗീസിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജൂൺ 5-ാം തീയതി ലോകം എമ്പാടും വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നഗരവൽക്കരണത്തിൻ്റെ ആധിക്യം മൂലം ലോകം വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻവയോൺമെൻറ്റ് ഡേയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നഗരവൽക്കരണം പുരോഗമിക്കുമ്പോൾ കൃഷിസ്ഥലങ്ങളൊക്കെ മാറിയിട്ട് അത് അമ്പരചുംബികളായ കെട്ടിടങ്ങളായിട്ട് മാറുന്നു. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പൊല്യൂഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഉണ്ടാവാം. വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പുക മുതൽ, ഫാക്ടറികൾ പുറത്തോട്ട് വിടുന്ന പുക മുതൽ, അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് മുതൽ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ നമുക്കിന്ന് ലോകത്തിൽ കൂമ്പാരമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മുതൽ, അതല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ മുതൽ, അതുമല്ലെങ്കിൽ നമ്മളിന്ന് വളരെ സാധാരണമായിട്ട് മനസ്സിലാക്കുന്ന സംഗതി ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മുതൽ, അങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം, ലോകത്തിൻ്റെ ഗതി തന്നെ ഇന്ന് മാറ്റിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെൻഷനായിരുന്നു പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കുകളില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്ലാസ്റ്റിക് എങ്ങനെ ഭൂമിക്കൊരു ആവരണം സൃഷ്ടിച്ച ശേഷം ഇതെങ്ങനെ നമുക്ക് ഒരു വലിയൊരു പ്രശ്നമായി മാറുന്നുവെന്ന് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കടലുകൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നദീ സ്രോതസ്സുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനുഷ്യൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത നിരവധി ബൈ പ്രോഡക്ട്സ് ഞാനീ പ്രസ്താവിച്ച ഓരോ സംഗതികളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഫാക്ടറികളുടെ പുകകളിലാവാം, റോഡിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കാർബൺ മോണോക്സൈഡ് മുതൽ ഓരോ പൊല്യൂട്ടൻസും ഉള്ള എമിഷൻസിൽ കൂടെ ആവാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അന്തരീക്ഷങ്ങളും ഇന്ന് മനുഷ്യനെ അധിവസിക്കാൻ യോഗ്യതയല്ലാത്ത സിറ്റുവേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പൊല്യൂഷനെ പറ്റി ഞാൻ സംസാരിച്ചു.
ഈ പൊല്യൂഷനും മനുഷ്യൻ്റെ ക്യാൻസറുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലുള്ള പല കൃഷി കാര്യങ്ങളെപ്പറ്റിയോ അവിടെയുള്ള സാമൂഹിക വ്യവസ്ഥയെപ്പറ്റിയോ ഒരുപക്ഷെങ്കിൽ അറിവില്ലാത്തവരായിരിക്കാം. ഗംഗാജലമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നദി എന്ന് പറയുന്നത് ഗംഗയാണ്. കാരണം എന്താണ്? നിരവധി ഫാക്ടറികൾ, പുറത്തേക്ക് വിടുന്ന എഫ്ലുവൻസ്, ഇതേപോലെ കൃഷിയിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, കർഷകർ ആ ഗാഞ്ചസ് ബെൽറ്റിൽ കൃഷി ചെയ്യുന്നവർ പുറത്തേക്ക് വിടുന്ന പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് വളരെ നിർവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സംഗതികളാണ്. ഇങ്ങനെ ഗംഗാജലം മലിനമായി കഴിഞ്ഞപ്പോൾ ഗംഗയിൽ നിന്ന് ജലം ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യർ, മൃഗങ്ങൾ, ഇവരിലൊക്കെയുള്ള പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾ ബ്ലാഡർ ക്യാൻസറുകളും ലിവർ ക്യാൻസറുകളും ഈസഫഗസ് ക്യാൻസറുകളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് ഗംഗയുടെ ആ ബാങ്ക്സിൽ, ഗംഗയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റുകളിലാണ്. ഇതൊരു അമ്പരിപ്പിക്കുന്ന വിവരമാണ് നമുക്ക് തരുന്നത്. ഇതേപോലൊരു നല്ല എക്സാമ്പിൾ കേരളത്തിനുണ്ട്. ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള ആ ഭാഗത്ത് കടലിൽ കരിമണൽ ഖനനം നടക്കുന്ന സ്ഥലങ്ങളാണ്. കരിമണലിനകത്ത് അത് കേരളത്തിന് വളരെയധികം വരുമാനം തരുന്ന ഒരു വലിയൊരു ബിസിനസ്സാണത്. ഈ കരിമണൽ പണ്ട് കാലത്ത് വെറും ബെയർ ഹാൻഡ്സ്, കൈകൊണ്ട് വാരിക്കൊണ്ടിരുന്ന തൊഴിലാളികളുള്ള ഒരു ഭാഗമായിരുന്നത്. ഇതിൽ നിന്ന് മോണോസൈറ്റ്, തോറിയം, ഇൽമനൈറ്റ്, റേഡിയോ ആക്റ്റീവ് നിരവധി മെറ്റീരിയൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന് ഹാനികരമാണെന്നുള്ളത് പഠനങ്ങൾ ലോകാരോഗ്യ സംഘടന തന്നെ നടത്തിക്കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ക്യാൻസറുകൾ കാണുന്നത്, സ്തനാർബുദങ്ങൾ കാണുന്നത്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബെൽറ്റുണ്ട്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ഏരിയയിൽ എൻഡോസൾഫാൻ ദുരന്തം. നമ്മൾ ഘോരഘോരം പ്രസംഗിക്കാൻ റെഡിയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് അവിടെ? നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ തിങ്ങി ഇടതൂർന്ന് ഇല നിൽക്കുന്ന റബ്ബറിൻ്റെ മുകളിൽ ഹെലികോപ്റ്ററിൽ നമ്മൾ തുരിച്ചടിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇതേ മെക്കാനിസം നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എവിടെ? പറങ്കിമാൻ തോട്ടങ്ങളിൽ ഇതേ രീതിയിൽ പോയിസൺ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനെ അടിക്കാൻ തീരുമാനിച്ചു, എൻഡോസൾഫാൻ. പക്ഷേ ഇത് അടിക്കാൻ തീരുമാനിച്ചപ്പോൾ നമുക്കറിയില്ലായിരുന്നു പറങ്കിമാവിൻ കൂട്ടത്തിലുള്ള ഇലകൾ ഒരിക്കലും പരസ്പരം മുട്ടി നിൽക്കുന്നതല്ല, അത് ദൂരത്ത് നിൽക്കുന്ന സംഗതിയാണ്. ഇങ്ങനെ എയറോപ്ലെയിനിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അടിക്കുമ്പോൾ അതിലെ 80% വീണത് പറമ്പിലാണ് അല്ലെങ്കിൽ ഭൂമിയിലാണ്. ഇത് നമ്മുടെ ജലസ്രോതസ്സുകളിലെത്തുകയും ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെത്തുകയും ഒരു ജനത മുഴുവനും രോഗികളായിട്ട് മാറുന്നൊരു സംഭവം ഉണ്ടായി. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങളിലും ഇന്ന് ഫ്യൂറിഡാൻ എന്ന് പറയുന്ന മാരകമായ വിഷം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപക്ഷെങ്കിൽ അറിവില്ലായിരിക്കാം. ഇതല്ലെങ്കിൽ ലാഭം കൊയ്യാനുള്ള ഉദ്ദേശത്തിൽ കീടങ്ങളെ അകറ്റാൻ വേണ്ടി ഈ ഫ്യൂറിഡാൻ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ഫലങ്ങളിലും, അത് നേന്ത്രക്കായാവാം, വാഴക്കുലകളാകാം, നമ്മുടെ പച്ചക്കറികളാവാം, ഇവയിലൊക്കെ കൂടെ തന്നെ ഈ ഫ്യൂറിഡാൻ നമ്മുടെ തന്നെ ഉള്ളിലോട്ട് ചെല്ലുന്നു. ഇത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനിയും ഈ പ്രോഡക്റ്റിനെ എടുത്തു കഴിഞ്ഞ ശേഷം ഇതിനെ തിരിച്ച് മാർക്കറ്റിൽ എത്തിക്കുന്നവരെയുള്ള സമയത്ത് ഇതിനെ സൂക്ഷിക്കണം. ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ അതിൽ പോയിസൺ സ്പ്രേ ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളെപ്പോഴും നമ്മൾ രോഷം കൊള്ളുമ്പോൾ അവിടുത്തെ കൃഷിക്കാരന് അവന് ലാഭം കൊയ്യണമെങ്കിൽ അവൻ പറിച്ചെടുത്ത വെജിറ്റബിൾ അതേപോലെ മാർക്കറ്റിലെത്തണം. ഇത് മാർക്കറ്റിലെത്തേണ്ട ആ സമയ ഗ്യാപ്പിനുള്ളിൽ ഇത് കേടാകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള പോയിസൺസ് അല്ലെങ്കിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അവരുടെ ബിസിനസ്സാണ്, നമ്മുടെ ആരോഗ്യമാണ്. ഇതിന് നമ്മൾ മാറ്റം നമ്മൾ തന്നെ കൊണ്ടുവരാതെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഒരു വെണ്ട പോലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാതെ നമ്മൾ ഈ സിസ്റ്റത്തിനെ നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ മലയാളികൾ. ഇതിന് മാറ്റം ഉണ്ടാകണം. ഈ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ സമൂഹം മാറുകയുള്ളൂ, നമ്മുടെ ആരോഗ്യസ്ഥിതി മാറുകയുള്ളൂ. നമുക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി മനസ്സിലാക്കുക. കേരളം എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലെ ക്യാൻസർ ഹോസ്പിറ്റൽസോ ക്യാൻസർ ചികിത്സാ സ്ഥലങ്ങളോ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ പെർസെൻറ്റേജ് പ്രപ്പോർഷൻ അനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഹോസ്പിറ്റൽസ് ഉള്ളത് അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വന്നിരിക്കുന്നത്. ഏത് ബിസിനസ്സിന് ഓടണമെങ്കിൽ അതിന് റോ മെറ്റീരിയൽ വേണം. ഇന്ന് ക്യാൻസർ രോഗികളാണ് റോ മെറ്റീരിയൽ. ഇതിന് മാറ്റം ഉണ്ടാകും. ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ
സിസ്റ്റം മാറില്ല, നമ്മൾ രോഗികളായിട്ട് മാറുന്നു. നമുക്ക് ഇനി വരും തലമുറയ്ക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. നമ്മുടെ ശരീരത്തിലെ പല ക്യാൻസറുകളും ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയൊരു അറിവാണ്. കാരണം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കോസറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഈസ്ട്രജൻ, യൂട്രസ് ക്യാൻസറിന് ഈസ്ട്രജൻ എഫക്റ്റ് ചെയ്യുന്നു, ഒവേറിയൻ ക്യാൻസറിന് ഈസ്ട്രജൻ ഒരു ഫാക്ടറാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമുക്കറിയാം PSA നമ്മൾ ടെസ്റ്റ് ചെയ്യും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അതിന് ടെസ്റ്റോസ്റ്റെറോൺ ഒരു ഫാക്ടറാണ്, തൈറോയ്ഡ് ക്യാൻസറിന് തൈറോഗ്ലോബുലിൻ ഒരു ഫാക്ടറാണ്. ഇങ്ങനെ നിരവധി ക്യാൻസറുകൾക്ക് ഹോർമോൺ ഒരു ഫാക്ടറാണ്. എന്താണ് ഈ ഹോർമോൺ? ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ്. ഒരു ഇൻഫർമേഷൻ നമുക്ക് ബോഡിയുടെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്ത് എത്തിക്കുന്ന ഒരു ഏജൻറ്റാണ് ഈ ഹോർമോൺ. ഉദാഹരണത്തിന് തൈറോയ്ഡ് ഹോർമോണിനെ മാസ്റ്റർ ഹോർമോൺ എന്ന് പറയുന്നു. മറ്റ് പല ഹോർമോണുകളുടെയും മെക്കാനിസം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് തൈറോയ്ഡ് ഹോർമോണിനുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ നിരവധി ഹോർമോണുകളുടെ ഒരു പ്ലേ നമ്മുടെ ക്യാൻസർ രോഗത്തിനും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഈ ഹോർമോൺ പലപ്പോഴും സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഒബീസിറ്റി ഫാറ്റിനകത്ത്. ഒരാൾ കൂടുതൽ സ്ഥൂലത ആർജിച്ചു വരുന്നു, ഒബീസിറ്റി ആയി വരുമ്പോൾ നമുക്ക് ആ ആളിന് ക്യാൻസർ സാധ്യത കൂടി വരുന്നു, ആ ആളുടെ ഡയബറ്റീസ് സാധ്യത കൂടി വരുന്നു, ഓരോ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടി വരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫാറ്റിനകത്ത് ഈ ഹോർമോൺ ഡെപ്പോസിറ്റ് ആകുന്നു. ഞാൻ ഇതുവരെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള യൂട്രൈൻ ക്യാൻസർ പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഒരാളെ പോലും ഞാൻ മെലിഞ്ഞ ആളിനെ കണ്ടിട്ടുണ്ട്. എല്ലാം ഒബീസ് ആൾക്കാരാണ്. അതുപോലെ തന്നെ നിരവധി ക്യാൻസറുകൾക്കും ഒബീസിറ്റി ഒരു ഫാക്ടറാണ്. നമ്മൾ ഈ ഫുഡിൽ കൂടെ, അതല്ലെങ്കിൽ വെജിറ്റബിൾസിൽ കൂടെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന കാർസിനോജൻ, പൊല്യൂട്ടൻസ് വഴി കിട്ടുന്ന കാർസിനോജൻ ഒക്കെ ഈ ഹോർമോണിനെ എഫക്റ്റ് ചെയ്യും. ഈ ഹോർമോൺസിനകത്ത് സിന്തസിസിനകത്ത് ഉള്ള ജനറ്റിക് അല്ല അതിൻ്റെ ആ ഒരു ഓർഡറിനകത്ത് ഇത് അഫക്റ്റ് ചെയ്തിട്ട് അതിനെ ഡിസോർഡറിലായിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാമേജ് വരെ ഈ പൊല്യൂട്ടൻസിന് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ബോഡിക്കകത്ത്. ഇത് നമ്മൾ കാണുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വക പൊല്യൂട്ടൻസിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്ത, അതല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ആഹരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി പ്രൊട്ടക്റ്റഡായി മാറുകയാണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇന്ന് ലോകത്തിൽ നമ്മൾ പുരോഗമനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവുള്ളവരായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് പണ്ട് അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണമടഞ്ഞുകൊണ്ടിരുന്നത് യൂട്രൈൻ സെർവിക്സ് ക്യാൻസർ ഉണ്ടായിരുന്നു, ഗർഭാശയ മുഖ ക്യാൻസർ. അതൊരു എപ്പിഡമിക് പോലായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ചില ഗ്രാമങ്ങളിൽ അത് വളരെ കോമൺ ആയിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടായി വരണമെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു വൈറസ് ഉണ്ടെന്നുള്ള കാര്യം. അതായത് ഒരു ലിവിങ് ബീങ്. ഇപ്പോൾ എല്ലാവർക്കും വൈറസുകളെ പേടിയുള്ള സമയമാണ്. ക്യാൻസർ, യൂട്രസ് സെർവിക്സ് ക്യാൻസർ ഉണ്ടാക്കാൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഒരു കോസറ്റീവ് ഫാക്ടറാണെന്നുള്ളൊരു കണ്ടുപിടുത്തം ലോകത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് പല വൈറസ് ജന്യമായിട്ടുള്ള അസുഖങ്ങൾക്കും ഇന്ന് വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു യൂട്രൈൻ ക്യാൻസർ ഭാവിയിലുണ്ടായി വരുന്നതിനെ ചെറുപ്പത്തിലേ നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഒരു വാക്സിനേഷനും കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാക്സിനേഷൻ ഒരു മെൻസ്ട്രുവേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ള ആ യങ് ഏജിലുള്ള ടീനേജിലുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ അവർ പ്രായമാകുമ്പോൾ അവർ ക്യാൻസർ വരില്ല. ഇതിനെ വേറൊരു തലങ്ങളിൽ ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിനെ വേറൊരു തലത്തിലൂടെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി പുകവലിക്കാത്ത, മദ്യപിക്കാത്ത ചില ഗ്രൂപ്പ് ആൾക്കാർക്ക്, യങ് ജനറേഷൻ, അതായത് 25, 26 ഒക്കെയുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ത്രോട്ട് ക്യാൻസർ വരുന്നതായിട്ടൊരു പഠനങ്ങൾ കാണിച്ചു. എങ്ങനെയാണ് ഈ ത്രോട്ട് ക്യാൻസർ വരുന്നത്? ഇവിടെ നമ്മുടെ സെക്ഷുവൽ ഹാബിറ്റ് ഒരു ഫാക്ടറായിട്ട് മനസ്സിലായി. സെക്ഷുവൽസും ലെസ്ബിയൻസിൻ്റെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നത്. അപ്പോൾ പഠനങ്ങൾ നമുക്ക് കാണിച്ചു തന്നു ഈ സെയിം HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന്. ത്രോട്ട് ക്യാൻസറിനെ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു ക്യാൻസറായിട്ട് അത് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് ത്രോട്ട് ക്യാൻസറുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, ഇവിടെയൊക്കെ യങ്ങർ പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യാൻ തുടങ്ങി.
ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്, പുരുഷനെയും സ്ത്രീയെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വാക്സിനേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം വരെ ഇന്ന് ലോകത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ അധികം നമ്മൾ ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇന്ന് ആമാശയ ക്യാൻസർ ലോകമെമ്പാടുമുള്ള സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത് ആമാശയ ക്യാൻസർ പണ്ട് കാലത്തേക്കാൾ കുറവായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ്, ഈ വെജിറ്റബിൾസിനകത്ത് ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസിലുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിൽ ചെല്ലുകയും അത് ആമാശയത്തിനകത്ത് ആദ്യം അൾസേഴ്സ് ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ ക്യാൻസറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഒരിക്കൽ വെജിറ്റബിൾസിൻ്റെ റെഫ്രിജറേഷൻ ആരംഭിച്ച കാലത്തിന് ശേഷം ആണെങ്കിൽ ഈ ആമാശയ ക്യാൻസറിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കാണുന്നു. അതായത് റെഫ്രിജറേറ്ററിനകത്ത് നമ്മൾ പച്ചക്കറികൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഈ ബാക്ടീരിയ ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കണമെങ്കിൽ വാഷ് ചെയ്ത് നീറ്റാക്കി വെച്ച ശേഷം അതിനെ റെഫ്രിജറേഷൻ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും പുറകിലുള്ള ഏറ്റവും താഴെയുള്ള തട്ടിൽ വെച്ച് അതിനെ നന്നായിട്ട് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വൈറസുകൾക്കും ബാക്ടീരിയ നിരവധി വൈറസുകളെയും ബാക്ടീരിയ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ നമുക്കൊരു പ്രിവെൻഷൻ സ്ട്രാറ്റജി കൊണ്ടുവരാൻ സാധിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഭക്ഷണത്തെപ്പറ്റി 2-3 കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത്, കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല ടേസ്റ്റി ആയിരിക്കണം, എൻജോയ് ചെയ്യണം, അതേസമയം ആരോഗ്യം ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് തന്നെ ഒരുപാട് ചൂസ് ചെയ്യാവേണ്ട കാലം നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഡിസ്കഷനിൽ പറയാറുണ്ട് 5 വൈറ്റ് തിങ്സ്. ഈ 5 വെളുത്ത സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്താൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഷുഗറിനെ വൈറ്റ് പോയിസൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. നമുക്കറിയാം കരിമ്പനീരിൻ്റെ കളർ ലൈറ്റ് യെല്ലോ കളറായിരിക്കും, ഷുഗർ ഈസ് വൈറ്റ്. എങ്ങനെ ഈ യെല്ലോ കളറുള്ള കരിമ്പനീർ എങ്ങനെ വൈറ്റായിട്ട് മാറി? അപ്പോൾ ന്യായമായിട്ട് അതിനകത്ത് ബ്ലീച്ച് ചെയ്യണം, ബ്ലീച്ചിങ് പൗഡർ ആഡ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് വൈറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഷുഗർ ഈസ് എ വൈറ്റ് പോയിസൺ. 2, എക്സസ് ഓഫ് സോൾട്ട്. നമ്മുടെ ആവശ്യത്തിലധികം വരുന്ന ഉപ്പ് നമ്മുടെ ഹൃദയത്തിന് ഹാനികരമാണ്. അതേപോലെ അതിനെ സ്റ്റൊമക്ക് ക്യാൻസറിനെ, ഇൻറ്റസ്റ്റൈൻ ക്യാൻസറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുണ്ടെന്ന് എല്ലാ അന്താരാഷ്ട്ര പഠനങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 3-ാമത്തെ വൈറ്റ് തിങ് ആണ് മിൽക്ക്. എങ്ങനെയാണ് പാൽ അപകടകാരിയാകുന്നത്? പാലിനകത്ത് പ്രോട്ടീന്, സ്റ്റാർച്ച് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളല്ലാതെ പാലിനകത്ത് ഒരു കുട്ടി വളരാൻ വേണ്ടിയുള്ള ഗ്രോത്ത് ഹോർമോൺസ് അതിലുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഗ്രോത്ത് ഹോർമോൺസ് പലതും നമുക്ക് ഹാനികരമാണ്, നമുക്ക് ആവശ്യമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഹോർമോൺ. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഹോർമോൺ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലുള്ള കുഞ്ഞുങ്ങളിലുള്ള ഹോർമോൺസിനെ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ട്. അങ്ങനെ സ്റ്റിമുലേറ്റഡായി കഴിയുമ്പോൾ നമുക്കതൊരു കാഴ്ചനോജനായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് അന്താരാഷ്ട്ര പഠനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയാണ് മിൽക്ക് ക്യാൻസറസ് ആയിട്ട് മാറുന്നത്. ഇനി നമ്മുടെ ഒരു മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡാണ് മൈദ കൊണ്ടുണ്ടാകുന്ന പൊറോട്ട മലയാളിയുടെ മാത്രം ഭക്ഷണമാണ്. ഇന്ന് രാജീവ് ഗാന്ധി സ്റ്റഡി സെൻറ്റർ, ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ്റിൻ്റെ രാജീവ് ഗാന്ധി സ്റ്റഡി സെൻറ്റർ റിസർച്ച് നടത്തി കാണിച്ചിരിക്കുന്ന എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പൊറോട്ട ഇറച്ചി കോമ്പിനേഷൻ മാത്രം കഴിക്കുന്ന ബെൽറ്റുകളിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിലെ കോളൻ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഒരു 10 വർഷം മുമ്പുള്ളതിനേക്കാൾ 30 to 40% കൂടുതലായി വരുന്നതാണ്, വെറും ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്തപ്പോൾ. അപ്പോൾ ഭക്ഷണത്തിന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. 5-ാമത്തെ വൈറ്റ് സാധനമാണ് വൈറ്റ് റൈസ്. ഈ വെള്ള റൈസ് എന്താ നമ്മുടെ ബോഡി ചെയ്യുന്നത്? അതിന് നമ്മുടെ ഷുഗർ ലെവലിനെ കൂട്ടാനുള്ള കഴിവ്, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഇതിനെ കൂട്ടാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ. അതിൽ നമുക്കൊരു ന്യൂട്രീഷൻ കിട്ടുന്നില്ല. ന്യൂട്രീഷൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കളയുന്ന തവിടാണ് അതിൻ്റെ ന്യൂട്രീഷൻ പാർട്ട്. തവിടിൽ എന്താണുള്ളത്? തവിടിനകത്ത് ഫൈബറുകളുണ്ട്, സൊല്യുബിൾ ഫൈബറുണ്ട്, ഇൻസൊല്യുബിൾ ഫൈബറുണ്ട്. തവിടിനകത്ത് ബി കോംപ്ലക്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തവിടിനകത്ത് ബ്രാൻ ഓയിലുണ്ട്. ബ്രാൻ ഓയിലാണ് ഏറ്റവും മികച്ച ഓയിൽ. അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്.
അപ്പോൾ ഏറ്റവും ന്യൂട്രീഷ്യസ് ഭാഗം നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ വൈറ്റ് റൈസായിട്ട് മാറ്റി കഴിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഫുഡ് ഹാബിറ്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് സ്ട്രോങ് ആയിട്ട് ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ വൈറ്റ് സാധനങ്ങളുടെ കൂടെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട നിരവധി ഭക്ഷണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാവർക്കും, ഒരു മെജോറിറ്റി ആൾക്കാർക്കും നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫൈബറുകളെ പറ്റി ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. എന്താണ് ഈ ഫൈബറിൻ്റെ ഗുണം? ഫൈബറുകൾ, നാരുകളുള്ള ഭക്ഷണം 2 ഗുണം നമുക്ക് ചെയ്യും. ഒന്ന്, നാരുകൾ, ദഹിക്കാത്ത നാരുകളുണ്ട്, ദഹിക്കുന്ന നാരുകളുണ്ട്. ദഹിക്കാത്ത നാരുകൾ ഭക്ഷണത്തിലുള്ള വേസ്റ്റിനെ മുഴുവൻ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറച്ചിട്ട് അതിനെ പുറത്തേക്ക് കളയുന്നു. എല്ലാ പോയ്സണസ് വേസ്റ്റ് മെറ്റീരിയൽസും ഇൻറ്റസ്റ്റൈൻ കോണ്ടാക്ട് ടൈം കുറയ്ക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ബോഡിക്ക് ആരോഗ്യമാണെന്നും ഇത് നമ്മുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്നും ക്യാൻസർ പോസിബിലിറ്റി കുറയ്ക്കുമെന്നും പറയും. ഇറച്ചി 100 ഡിഗ്രിക്ക് മുകളിൽ വെന്ത് കഴിയുമ്പോൾ, ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ നിന്ന് നൈട്രസമീൻസ് എന്ന് പറയുന്ന ഏജൻറ്റ് പുറത്തേക്ക് വരും. ഒരിക്കൽ നൈട്രസമീൻസ് പുറത്തോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ നൈട്രസമീൻസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്തുനിന്ന് ഹീം എന്ന് പറയുന്ന ഏജൻറ്റ് ഇൻറ്റസ്റ്റൈനിലെ മ്യൂക്കോസൽ പ്രൊട്ടക്ഷൻ ബാരിയറിനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ നൈട്രസമീൻസ് ഇൻറ്റസ്റ്റൈനകത്ത് പെർമിയേറ്റ് ചെയ്തിട്ട് ലിവറിൽ ചെല്ലുന്നു, ബോഡിയുടെ പല ഭാഗത്തും പോകുന്നു. ഇത് ഓരോ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ മീഡിയേറ്റഡ് ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിവുള്ളൊരു ഏജൻറ്റാണ് നൈട്രസമീൻസ്. അങ്ങനെയാണ് അത് ക്യാൻസർ ഉണ്ടാക്കി മാറ്റുന്നത്. അപ്പം ഇത് കഴിക്കരുതെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. കഴിച്ചോളൂ, പക്ഷേങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ടായിരിക്കണം. 2, അത് കഴിക്കുന്നവർ ഇത് പുറത്തേക്ക്, വേസ്റ്റിനെ പുറത്തേക്ക് കളയാനുള്ള പ്രിക്കോഷണറി സംഗതികളിലൂടെ ഉണ്ടാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് ഡയറ്ററി ഇൻ്റർവെൻഷൻ ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന വലിയ വിഭാഗം ഇന്ന് ലോകത്തിലുണ്ട്. അവരുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ് ഈ രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ, നമ്മുടെ കഴിക്കുന്നതിൻ്റെ ഓർഡർ ആക്കുന്നതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് കഴിക്കണ്ട എന്ന് ഡോക്ടർ എന്ന് പറയുന്നു എന്നായിരിക്കും എല്ലാവരും ആദ്യമേ ആലോചിക്കുന്ന വിഷയം. എന്ത് കഴിക്കണ്ട എന്നല്ല പറയുന്നത്, എന്ത് കഴിച്ചാൽ ആണ് ഗുണം എന്നുള്ളതും ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനീ പറഞ്ഞ ഡയറ്ററി ഇൻ്റർവെൻഷൻ ഗ്രൂപ്പ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും 4 പ്രധാനപ്പെട്ട ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഒരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മിനിമം 2 ലിറ്റർ വെള്ളം ചെല്ലണം. വെള്ളം എങ്ങനെ ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ കെമിക്കൽ റിയാക്ഷനും നടക്കുന്നത് വെള്ളത്തിനകത്താണ്, വാട്ടർ മീഡിയേറ്റഡാണ്. എല്ലാ പോയ്സണസ് വേസ്റ്റ്, ടോക്സിക് മെറ്റീരിയൽ, ബൈ പ്രോഡക്റ്റ്, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നത് വെള്ളത്തിൽ കൂടെയാണ്. അപ്പോൾ ഈ വാട്ടർ മീഡിയേഷൻ നമുക്ക് ആവശ്യമാണ്. അഡിക്വേറ്റ് വെള്ളം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. 2, എന്താണ് കഴിക്കേണ്ടത്? നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ 4ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ലെഗ്യൂംസ്. പലപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഒരു ധാരണയുണ്ട്, പയറുവർഗ്ഗങ്ങൾ ഗ്യാസ് ഉണ്ടാക്കും, കഴിക്കാൻ പറ്റില്ല. തെറ്റാണത്, അങ്ങനെയല്ലത്. പയറുവർഗ്ഗങ്ങൾ പലതരത്തിലുണ്ട്. എല്ലാ പയറുവർഗ്ഗങ്ങളും, അതിലെ ബീൻസിന് പറയപ്പെടുന്നത് ബിഗ് ബീൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. എല്ലാ പയറുവർഗ്ഗങ്ങൾക്കും നമുക്ക് ന്യൂട്രീഷൻ തരാൻ ഏറ്റവും പ്രധാനപ്പെട്ട റോളുണ്ട്. ഒരു മനുഷ്യന് 1 കിലോഗ്രാം പയറിലുള്ള പ്രോട്ടീൻ കണ്ടൻ്റാണ് മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ട് 1 കിലോഗ്രാം മീറ്റിലുള്ളതിനേക്കാൾ. കാര്യം ബോഡി അസിമുലേറ്റ് ചെയ്യുന്നത് ഈ പയറുവർഗ്ഗങ്ങളിലുള്ള പ്രോട്ടീനെ ആയിരിക്കും കൂടുതലായിട്ട്. അപ്പം നമുക്ക് വേണ്ടത് അതാണ്. 2, ഈ പയറുവർഗ്ഗങ്ങൾക്കകത്തുള്ള ഈ ഫൈബറുകളും അതിനകത്തുണ്ട്. ഇത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കും, ഇത് നമ്മുടെ ഷുഗറിനെ കുറയ്ക്കും. ഇതാണ് അതിനകത്ത് വരുന്ന അടുത്ത മെക്കാനിസം. അപ്പം പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ഫുഡിൻ്റെ 3 നേരത്തെ ഭക്ഷണത്തിലും ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറണം. 2, വെജിറ്റബിൾസ്. ഇൻറ്റസ്റ്റൈൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സസ്യഭുക്കുകളായിട്ടുള്ള ആനിമൽസ്, ഇപ്പം അത് പശുക്കളാവാം അല്ലെങ്കിൽ എരുമ, പോത്ത്, ഇങ്ങനെയൊക്കെയുള്ള സസ്യഭുക്കുകളായിട്ടുള്ള ആനിമൽസിൻ്റെ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചറും മനുഷ്യൻ്റെ ഇൻറ്റസ്റ്റൈൻ സ്ട്രക്ചറും ഒരുപോലെയാണ്. ഏതാണ്ട് ഒരേ ലെങ്ത്, ഒരേ നീളം, ഒരേ സംഗതിയാണ്. അപ്പം നമുക്ക് ബോഡിയിൽ കൂടുതൽ അസിമുലേറ്റ് ചെയ്യാൻ കഴിവുള്ളത് വെജിറ്റബിൾസാണ്, അല്ലെങ്കിൽ ഫൈബറുകളുള്ള, നാരുകളുള്ള ഭക്ഷണമാണ്.
ഈ എല്ലാ നാച്ചുറലി ഒക്കറിങ് വെജിറ്റബിൾസിലും എല്ലാ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ട്. നമുക്കുള്ള കണ്ണിന് നല്ല കാന്തി ഉണ്ടാവണമെങ്കിൽ, ബോഡി സ്കിൻ നല്ല ടെക്സ്ചർ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ എ വേണം, വൈറ്റമിൻ ബി വേണം, വൈറ്റമിൻ സി വേണം, നല്ല സ്ട്രോങ് ബോൺസൊക്കെ വരണമെങ്കിൽ കാൽഷ്യം വേണം. ഈ കാൽഷ്യം ഒക്കെ ഈ റോ വെജിറ്റബിൾസിലും ചീരകളിലും ചീര, വെണ്ട, പാവയ്ക്ക ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡ് സ്റ്റേപ്പിൾ ഫുഡായിട്ട് മാറ്റുന്നൊരു സാഹചര്യം കണ്ടുവരുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകണം. വെജിറ്റബിൾസ് എപ്പോഴും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് തരുന്നു, ആവശ്യമുള്ള വൈറ്റമിൻസിനെ തരുന്നു, മിനറൽസിനെ തരുന്നു, ട്രേസ് എലമെൻസിനെ നമുക്ക് തരുന്നു. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. ഒന്നുകിൽ അരിയാഹാരമോ അല്ലെങ്കിൽ ഗോതമ്പ് ബേസ്ഡ് ആയിരിക്കും. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പ്രത്യേകതയാണ്. നോ പ്രോബ്ലം. പക്ഷെ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ഈ സ്റ്റാർച്ച് കണ്ടൻ്റുള്ള ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗോതമ്പിനകത്തോ അരിക്കകത്തുള്ള തവിടിനെ കളയാത്ത ഭക്ഷണമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് ആവശ്യമാണ്, നമ്മുടെ ബോഡി ഘടനയ്ക്ക് ആവശ്യമാണ്, ബി കോംപ്ലക്സ് കിട്ടാൻ വേണ്ടി ആവശ്യമാണ്, ഫൈബറുകൾ കിട്ടാൻ ആവശ്യമാണ്. അതിൽ നിന്നുള്ള ന്യൂട്രീഷൻ ആയിരിക്കും വെറും പോളിഷ്ഡ് റൈസിനേക്കാൾ ഏറ്റവും മികച്ചത്. ഇത് മൂന്നാമത്തെ സാധനം. നാലാമത് ആഡിക്വേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ തൊലി കളയാതെ ഉപയോഗിക്കപ്പെടേണ്ട ഭക്ഷണങ്ങളുടെ തൊലി കളഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പേരയ്ക്ക കഴിക്കുമ്പോൾ ക്ലീൻ നീറ്റ് പേരയ്ക്കയാണെങ്കിൽ അതിൻ്റെ തൊലിയിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. നമ്മൾ കഴിക്കുന്ന ഗ്രേപ്സ് പൊല്യൂഷൻ ഇല്ലാതെ പോയ്സൺ ഇല്ലാത്തൊരു ഗ്രേപ്സ് ആണെങ്കിൽ അതിൻ്റെ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ആന്തോസൈനൻസ് ഉള്ളത്. അങ്ങനെയുള്ള ചെറി, പ്ലംസ് ഇതെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റീവ് സാധനങ്ങളാണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറണം. ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ട് ഇന്ന് ചക്ക ഇന്ന് നമ്മൾ ആദരിക്കപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, പണ്ട് കാലത്ത് കേരളത്തിലെ ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് വളരെ അപൂർവം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്കാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ കോളേജുകളിൽ തന്നെ പലപ്പോഴും ആകെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളായിരുന്നു ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ്. എന്ന് വെച്ചാൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കേരളത്തിൽ കുറവായി. അന്ന് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് ഇന്ന് സർവ്വസാധാരണമായിട്ട് മാറിക്കഴിഞ്ഞു. എന്താണ് മാറ്റം ഉണ്ടായത്? നമ്മൾ വെസ്റ്റേൺ ഫുഡ് സ്റ്റൈലും വെസ്റ്റേൺ ഹാബിറ്റ്സും അനുവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പണ്ട് ചക്ക, മാങ്ങ അല്ലെങ്കിൽ കപ്പ, മീൻകറി ഇങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആൾക്കാർ ക്യാൻസറിൻ്റെ അളവ് കുറവായിരുന്നു. എന്തുകൊണ്ട്? അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ചക്കയുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ചക്കയുടെ പഴുത്ത ചക്കയല്ല ഞാൻ പറയുന്നത്, മെച്യൂറായിട്ടുള്ള റോ ചക്കയ്ക്കകത്ത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, ഷുഗറിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ന്യൂ വാസ്കുലറൈസേഷൻ, ക്യാൻസർ ഉണ്ടാകണമെങ്കിൽ ന്യൂ വാസ്കുലറൈസേഷൻ ഉണ്ടാകണം, അതായത് ആൻജിയോജനസിസ്. ആൻജിയോജനസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ചക്കയ്ക്കകത്തുണ്ട്. എല്ലാ വൈറ്റമിൻസും ചക്കയ്ക്കകത്തുണ്ട്. പെക്റ്റിൻ എന്ന് പറയുന്നൊരു സാധനം ചക്കയ്ക്കകത്തുണ്ട്. എന്താണ് ഈ പെക്റ്റിൻ? ഇൻറ്റസ്റ്റൈൻ്റെ കോട്ടിങ്ങിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പെക്റ്റിൻ. ഇത് ചക്കയ്ക്കകത്തുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റോ ചക്ക വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂട്രിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അൺഇമാജിനബിൾ. ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ക്യാൻസറിൻ്റെ അളവ് കുറവായിരുന്നത്. ഇന്ന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ചക്കയ്ക്ക് ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ചക്ക ആഹരിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആൾക്കാരെക്കാട്ടി എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാലത്ത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞ ഒരു ഫുഡ് പ്രോഡക്റ്റ്, ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ നാടിൻ്റെ തന്നെ തനതായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള ഭക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതി വെക്കുന്ന വലിയ റിസോഴ്സ് ആയിരിക്കും ഈ നാച്ചുറൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. ഇങ്ങനൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ മാറ്റം വന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളിൽ തന്നെ നമ്മൾ അറിയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നൊരു സാഹചര്യം അനധിവിദൂരമല്ല എന്നുള്ളതാണ് സത്യം.
നമ്മൾ എൻവയോൺമെൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ വെച്ച സബ്ജക്റ്റാണ് ടൊബാക്കോ. പുകയിലെ പറ്റി ഞാൻ പറയാതെ ഈ ഒരു ടോക്ക് എനിക്ക് തീർക്കാൻ മനസ്സ് വരുന്നില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയ വില്ലൻ ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരണം വിതയ്ക്കാൻ വേണ്ടിയുള്ള ഏജൻ്റാണ് പുകയില. ലോകത്തിലുള്ള എല്ലാ മരണങ്ങളും തുലാസിൻ്റെ തട്ടിൽ വെക്കുകയും പുകയില കൊണ്ട് മരണമടഞ്ഞ ആൾക്കാരുടെ എണ്ണം തുലാസിൻ്റെ മറ്റേ തട്ടിലും വെക്കുകയാണെങ്കിൽ അതായിരിക്കും താഴ്ന്നത്. കാരണം പുകയില കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, നമുക്കറിയാം. പുകയില ഉപയോഗം കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു. പുകയില ഉപയോഗം കൊണ്ട് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് എന്ന് വെച്ചാൽ ഓക്സിജൻ സിലിണ്ടർ മുറിയിൽ കൊണ്ടുവച്ചിട്ട് ഉറങ്ങേണ്ട ഗതികേടിലുള്ള നിരവധി ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. ഇതെല്ലാം നിരവധി പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന സംഗതികളാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കൂടെ നമ്മൾ ഉപദ്രവിക്കുന്ന സംഗതിയാണ് പുകയില ഉപയോഗം അല്ലെങ്കിൽ സിഗരറ്റ് വലി. പുകയില വലിക്കുന്ന ആൾ ഉള്ളിലോട്ടെടുക്കുന്ന പുകയിൽ ഉള്ളതിൽ കൂടുതൽ ഹാംഫുൾ സാധനമാണ് നമ്മൾ പുറത്തോട്ട് വിടുന്ന പുകയ്ക്കകത്തുള്ളത്. 30 times more ഓഫ് അമോണിയ, 3 times more ഓഫ് നിക്കോട്ടീൻ, അല്ലെങ്കിൽ ഓരോ ട്രേസ് എലമെൻറ്റ്സ്, റാഡോൺ, അങ്ങനെ ഓരോ സാധനങ്ങൾ, ഏതാണ്ട് 68 തരം വ്യത്യസ്തമായ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ഏജൻറ്റ്സ് പുകയിലേക്കകത്ത്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ശാപമാണ്. ഇതിന് മാറ്റമുണ്ടായേ സാധിക്കുകയുള്ളൂ. പുക വലിക്കുന്നത് ഫാഷനല്ലാതെ മാറിക്കഴിഞ്ഞപ്പോൾ പുകയില ചവയ്ക്കുന്നത് അല്ലെങ്കിൽ സ്നഫ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ തമ്പാക്കു പാൻപരാഗ് രീതിയിലൊക്കെ നമ്മുടെ കവിളിനുള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേറൊരു ഹാബിറ്റ് ഇന്ന് ലോകം എമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക് ക്ലാസ്സിൽ പോയിരിക്കുന്ന കുട്ടികളുടെ കവിളിൻ്റെ ഉള്ളിൽ തമ്പാക്കു പാൻപരാഗ് എന്ന സ്കൂളുകളിൽ കംപ്ലയിൻറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മാറ്റം ഉണ്ടാകണം. പുകയില ഒരു അഡിക്ഷൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മെൻ്റലി ഓൾസോ അഡിക്റ്റഡ് ആയിട്ട് മാറുന്ന ഒരു സാധനമാണ് പുകയില. അങ്ങനെ നമ്മൾ പുകയില ഉപയോഗം നടക്കുന്ന ഭവനങ്ങളിൽ സപ്പോസ് അവിടുത്തെ ഒരു സ്ത്രീ ഗർഭിണിയായി മാറുകയാണെങ്കിൽ ആ ലേഡിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ വരെ ഈ പുകയില അഫക്റ്റ് ചെയ്യും. ലോകാരോഗ്യ സംഘടനയുടെ സ്റ്റഡീസ് പറയുന്നത് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ അത് കൂടുതലും കാണപ്പെടുന്നത് ഇങ്ങനെ പുകയില ഉപയോഗിക്കുന്ന ഫാമിലിയിലായിരിക്കും. ലുക്കീമിയ, ലിംഫോമ ചെറിയ പ്രായത്തിലേ വരുന്ന കുഞ്ഞുങ്ങൾ, അവിടെയും പേരൻസിൻ്റെ പുകയില ഉപയോഗം ഒരു ഫാക്ടറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പുകയില എന്ന് പറയുന്നത് ലോകം കണ്ടതിലേക്ക് ഏറ്റവും വലിയൊരു വില്ലൻ ആണെന്ന് നമ്മൾ തിരിച്ചറിവ് ഈ ഷോ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെ പുകയില ഉപയോഗിക്കുന്ന ആൾക്കാർ, ഈ ഷോ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഉണ്ടോ, ദയവായി അതിനോട് ഗുഡ് ബൈ പറയേണ്ട കാലമായിരിക്കുന്നു. അതിന് ഗുഡ് ബൈ പറയണം. നിങ്ങൾക്കും സമൂഹത്തിനും അതുകൊണ്ട് വളരെയധികം മാറ്റം ഉണ്ടാവും. നമുക്കൊരു നല്ല നാളേക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം തന്ന പ്രകൃതി, അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. തോട്ടം കാപ്പാനായിട്ടാണ്, അതിനെ സൂക്ഷിപ്പാനായിട്ടാണ്, നശിപ്പിക്കുവാനല്ല. അപ്പോൾ ദൈവം തന്ന പ്രകൃതി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സംരക്ഷിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പ്രയോജനപ്രദമായി തീരും എന്നുള്ള വസ്തുത ഇന്ന് നാം മനസ്സിലാക്കി. ക്ലാസ് എടുത്ത ഡോക്ടർ തോമസ് വർഗീസിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.